നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ധനുമാസത്തിലെ രോഹിണിയാണ്. ഇന്നെൻ്റെ ജന്മനാളാണ്. ഈ ജന്മനാളിൽ ചില ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഒഫീഷ്യലായിട്ട് ജനുവരി 13 എൻ്റെ ജന്മനാൾ. പക്ഷെ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് അപഗ്രഥിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ നേടി, എന്തെല്ലാം നമുക്ക് നഷ്ടമായി, ജീവിതത്തിൻ്റെ അർത്ഥതലം എന്താണ്, നാം എന്താണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. രാവിലെ പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് അമ്പലദർശനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കുമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പുതിയ ഷർട്ടുമൊക്കെ ഇട്ട് അലക്കി തേച്ച മുണ്ടൊക്കെ എടുത്താണ് അമ്പലത്തിലേക്ക് പോയി വന്നത്. നാം എന്തൊക്കെയോ നേടി എന്നൊക്കെ ധരിക്കും. പക്ഷെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒടുവിൽ ഒന്നും നേടിയില്ല, നേടിയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ വരും. എൻ്റെ ഈ ജീവിതത്തിലെ അമൂർത്തമായ ചില ഓർമ്മകൾ. 30 വർഷക്കാലത്തോളം വിദേശത്ത് 6-7 രാജ്യങ്ങളിൽ ജോലി ചെയ്തു. വിവിധ തരത്തിലുള്ള ജോലികൾ, ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് ജോലികൾ. ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ഒരു 9 വർഷക്കാലം. ആ 9 വർഷക്കാലത്തെ അനുഭവങ്ങൾ ഇന്ന് ഓർത്താൽ ശരിക്കും ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ സംശയമാണ്. അന്നത്തെ ആ മനോബലം, അന്നത്തെ ആ ചിന്തകൾ, അന്നത്തെ ആ തുടിപ്പുകളെല്ലാം എനിക്ക് തന്നത് ഒരുപാട് ദുഃഖങ്ങളാണ്. ആ കയത്തിൽ നിന്നെല്ലാം മോചനം ലഭിച്ച് ഇന്ന് എഴുത്തും വായനയും സിനിമയും ഒക്കെയായി ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സുന്ദരം സുലഭിലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ നാളുകൾ ആലോചിക്കുകയേ വയ്യ, അത്രമാത്രം ഭീഭത്സമായിരുന്നു. നേട്ടങ്ങളുടെ പട്ടികയിൽ നോക്കിയാൽ 56ഓളം സൃഷ്ടികൾ, കഥയും കവിതയും നോവലും യാത്രാവിവരണവും ഒക്കെയായി 56 പുസ്തകങ്ങൾ, 26ഓളം കൃതികൾ പബ്ലിഷ് ചെയ്തു. അത് നേട്ടമാണ്. ഒരുപാട് അവാർഡുകളൊന്നും വാരിക്കുട്ടിയില്ലെങ്കിലും കുറച്ച് അവാർഡുകൾ ഒക്കെ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എഴുത്തുകാരൻ്റെ മേലങ്കി അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാളെങ്കിലും ഒരു ദിനം ഓർത്താൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 500 മണിക്കൂർ ഖത്തർ എയർവേസ്, ഗൾഫ് എയർ ഇന്ത്യ, എമിറേറ്റ്സ്, അങ്ങനെ തുടങ്ങി നിരവധി വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം. ലോകോത്തര നിലവാരമുള്ള പ്രബ്ലാൻസ്കായ ഹോട്ടൽ, അതേപോലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഹോളിഡേയും, അങ്ങനെയുള്ള ഹോട്ടലിൽ താമസിക്കാനുള്ള യോഗം. എഞ്ചിനീയർ അല്ലാത്ത ഞാൻ എഞ്ചിനീയറായ സേവനം അനുഷ്ഠിച്ച കാലം. അങ്ങനെ ഒരു വകഭേദം ഉണ്ടായി എന്ന് വേണം പറയാൻ. അങ്ങനെ 100
തരത്തിലുള്ള ജോലികളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയപ്പോഴും എനിക്ക് ശക്തിയായി എന്നോടൊപ്പം നിന്നത് എൻ്റെ പത്നി രാജലക്ഷ്മിയാണ്. അതേപോലെ മകനും, ആകെ ഒരു മകൻ, അവനെ പഠിപ്പിച്ച് ഒരു എഞ്ചിനീയറാക്കി. അതും ജീവിതത്തിലെ നേട്ടം തന്നെയാണ്. പിന്നെ ഓർത്തെടുക്കുമ്പോൾ ഞാനൊരു എഴുത്തുകാരനായതിൽ, അല്ലെങ്കിൽ എൻ്റെ സാഹിത്യ സബരിയിൽ എൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ച, ഞാൻ ഇന്നുവരെ കാണാത്ത 8 വർഷം കൊണ്ട് പരിചയമുള്ള എൻ്റെ സുഹൃത്ത്, ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയും ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററുമായ ശ്രീ മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിൽ, എൻ്റെ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ഒരു വിദേശ പത്രത്തിൽ, ഗൾഫ് ടൈംസിൽ 1/2 പേജോളം വരുന്നൊരു ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്ത ശ്രീ അരവിന്ദ് നായർ, ഗൾഫ് ടൈംസിലെ തന്നെ ശ്രീ രവീന്ദ്രൻ, അതുപോലെ എന്നെ ഞാനാക്കിയ ഖത്തറിലെ വ്യസന ദിനങ്ങളിൽ, ദുഃഖപൂരിതമായിട്ടുള്ള ആ ദിനങ്ങളിൽ എന്നെ സഹായിച്ച, ഇന്ന് തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ വി.കെ. മോഹനൻ, എനിക്ക് ജോലി തന്ന വി.എസ്. നാരായണൻ, എന്നെ ഒത്തിരി സഹായിച്ച വയനാട് സ്വദേശി പി രവീന്ദ്രൻ, രാജീവ് കുമാർ, അങ്ങനെ നിരവധി പേർ. എൻ്റെ ഈ ജീവിതത്തിൽ ഒരു രൂപ പോലും എന്നിൽ നിന്നും പ്രതിഫലം ഇച്ഛിക്കാതെ എനിക്കും കുടുംബത്തിനും വേണ്ട ശുശ്രൂഷകളും മെഡിക്കൽ സപ്പോർട്ടും തന്ന ഡോക്ടർ ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത, എത്ര ചീത്ത പറഞ്ഞാലും ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിക്കാത്ത സഞ്ജു ചെറുവത്താനി, അദ്ദേഹം ഇപ്പോൾ അലയിൽ ജോലി ചെയ്യുകയാണ്. അതുപോലെ കണ്ണൂർ സ്വദേശി ഹരിക്കുപ്പം, ഒരുപാട് സഹായങ്ങൾ ജീവിതത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആ വ്യക്തി, മാധ്യമത്തിൻ്റെ സീനിയർ കറസ്പോണ്ടൻ്റ് ശ്രീ ബിജു, ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അതുപോലെ എന്നും എത്രയോ വർഷങ്ങളായി രാവിലെയും രാത്രിയും ഗുഡ് മോർണിംഗും രാത്രി പാട്ട് കേട്ടുറങ്ങാൻ നല്ല നല്ല പാട്ടുകളും നൽകുന്ന മംഗളത്തിൻ്റെ അക്കൗണ്ടൻ്റ് ശ്രീ മംഗളം മണികണ്ഠൻ, അങ്ങനെ നിരവധി പേർ, എൻ്റെ പുസ്തകങ്ങൾക്കെല്ലാം കവർ ഡിസൈൻ ചെയ്ത ശ്രീ വിശ്വംഭരൻ, അരുൺ കാർത്തിക, അങ്ങനെ നിരവധി പേർ. അതേപോലെ എൻ്റെ ഇൻ്റർവ്യൂകൾ, എൻ്റെ ശങ്കജം എന്നുള്ള പ്രസിദ്ധമായ നോവൽ 38 എപ്പിസോഡുകളിലൂടെ പ്രസിദ്ധീകരിച്ച, ടെലികാസ്റ്റ് ചെയ്ത വ്യക്തിത്വം ഷീജ അജയ്, അവരുടെ സ്പാർക്ക് മീഡിയയിലൂടെയാണ് എൻ്റെ നോവൽ എത്രത്തോളം പോപ്പുലാരിറ്റിയിലെത്തിയത്. ഏകദേശം 1 ലക്ഷം പേരോളം ഇന്നും പ്രവാസ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ആ നോവൽ കേട്ടുകൊണ്ടിരിക്കുന്നു പലരും. അതുപോലെ തന്നെ കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം, 101 കവിതകളടങ്ങിയ കവിതാ സമാഹാരം 101 എപ്പിസോഡായി സ്പാർക്ക് മീഡിയയിലൂടെ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. അതേപോലെ ഏഷ്യാനെറ്റ് ചാനലിലും, ദുബായ് ഏഷ്യാനെറ്റിലും, മീഡിയ വൺ ചാനലിലും, സി ന്യൂസ് ടി വിയിലും, NTVയിലും, മംഗളത്തിലും, അങ്ങനെ ലൈവ് പ്രോഗ്രാമും അല്ലാതെയുമായി BBC റേഡിയോയിലും, അങ്ങനെ ലക്ഷക്കണക്കിന് പേർ കണ്ട എൻ്റെ ഇൻ്റർവ്യൂകൾ cyberbit.net പ്രസിദ്ധീകരിച്ച 17 സൃഷ്ടികൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ വരികയുണ്ടായി.
അതേപോലെ എൻ്റെ സൃഷ്ടിയെ തിരഞ്ഞെടുക്കുകയും എനിക്ക് വിദേശത്ത് നിന്ന് ആദ്യത്തെ അവാർഡ് നേടിത്തന്ന ഭാഗ്യശ്വരി വരമൊഴിയായി എന്ന കവിതാ സമാഹാരം, അതിൻ്റെ സംഘാടകനും അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ച വലിയ വ്യക്തിത്വമായ പ്രശാന്ത പയ്യന്നൂർ, അങ്ങനെ ഈ ജീവിതത്തിൽ ഓർമ്മിക്കാൻ നിരവധി പേർ. പറഞ്ഞാൽ തീരില്ല. ഇന്ന് ഞാൻ കണ്ട ഭാരതരത്നവും പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ കിട്ടിയ ധാരാളം പേർ, എഴുത്തിലൂടെ ഞാൻ അറിഞ്ഞ MTയും തകഴിയും വൈക്കം മുഹമ്മദ് ബഷീറും മുൻ മുഖ്യമന്ത്രിമാരായ ശ്രീ E.K. നായനാരും ശ്രീ അച്യുതമേനോനും അങ്ങനെ നിരവധി പേരെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്, സൂര്യാകൃഷ്ണമൂർത്തി എന്ന വലിയ വ്യക്തിത്വത്തിലൂടെ ഒരുപാട് കലാകാരന്മാരെ നേരിൽ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത്, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരേയൊരു വ്യക്തിത്വമാണ് MS സുബ്ബലക്ഷ്മി. അവരുടെ കീർത്തനങ്ങൾ കേൾക്കാത്ത ദിവസങ്ങളില്ല എൻ്റെ ജീവിതത്തിൽ. ഇന്നത്തെ പ്രശസ്ത ഗായകരായ കാവാലം ശ്രീകുമാറും G. വേണുഗോപാലും നേഹ നായരും അങ്ങനെ നിരവധി പേർ പാടിയ രാഘവർമ്മി എന്ന 12 പാട്ടുകൾ അടങ്ങിയ സംഗീതാൽബം, ഭാരതാംബയെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ശ്രീ ഉണ്ണികൃഷ്ണൻ സംഗീതം ചെയ്ത ഗാനം, അങ്ങനെ എഴുത്തിലും വായനയിലും ഒരുപാട് പേർ അനുഗ്രഹിക്കുകയും അവതാരിക്കുകയും ആമുഖങ്ങളും എഴുതുകയും ഒക്കെ ചെയ്ത പുസ്തകങ്ങൾ, ഞാൻ നായകനായി അഭിനയിച്ച വൺ മോർ മാർട്ടർ എന്ന ഡോക്യുമെൻ്ററി, അതിൻ്റെ സംവിധായകൻ ശ്രീ M. വേണുകുമാർ, എന്നെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുചെന്നെത്തിച്ച ശ്രീ ജയരാജ് വല്ലിശാല, അതുപോലെ സുഹൃത്തും എൻ്റെ കലാപരമായ പ്രവൃത്തികൾ ഒത്തിരി സഹായിച്ച G. പ്രസാദ്, അങ്ങനെ നിരവധി പേർ ഓർത്തെടുക്കുമ്പോൾ നിരവധി പേർ നമ്മുടെ മനസ്സ് തെളിയുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ വളർന്ന തമ്പാനൂരിൽ നിന്നും ഇപ്പോൾ താമസിക്കുന്ന കുഞ്ചരവിളയിലാണ്. എഴുത്തും വായനയും കഥയും കവിതയും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോഴും 5ഓളം ഷോർട്ട് ഫിലിംസ് അതിന് ഗാനമെഴുതുകയും സംഗീതം ചെയ്യുകയും തിരക്കഥ എഴുതുകയും അങ്ങനെ 5ഓളം ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യുകയും ഇപ്പോൾ ഒരു വലിയ തമിഴ് ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ സോങ്ങുകൾ റെക്കോർഡിങ് ചെയ്യാനായിട്ടുള്ളൊക്കെ ശ്രമത്തിൽ അതിനുവേണ്ടിയും പ്രവർത്തിക്കുകയാണ്. എപ്പോഴും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ദുർഘടങ്ങൾ കഴിഞ്ഞ കാലം ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്. ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എൻ്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ജീവിതം എന്താണ്, എത്രമാത്രം വൈതരണികൾ, എത്രമാത്രം പ്രയാസങ്ങൾ, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, ജീവിതം ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ച ഒരുപാട് നിമിഷങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് ഇവിടെ എത്തുമ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതം എന്തായിത്തീരണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ വളരുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ കൂടുതൽ കാണും, കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിരവധി പേർ കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നു എന്ന് തന്നെയാണ്. എൻ്റെ മുഖം ആദ്യമായി 35mm തിയേറ്ററിൽ വന്നത്
ഹൃദയത്തിലൂടെയാണ്. അതിന് കാരണഭൂതനായതും ശ്രീ MT വാസുദേവൻ നായർ. എൻ്റെ ഡോക്യുമെൻ്ററിക്ക് സംഗീതം ചെയ്ത ദക്ഷിണാമൂർത്തി സ്വാമിയെ മറക്കാനേ കഴിയില്ല. അദ്ദേഹം എനിക്ക് തന്ന സ്നേഹം ഇന്നലെയും മിനിഞ്ഞാന്നും അസ്വസ്ഥതയുടെ മുന്നിലായിരുന്നു. MT മരിച്ചപ്പോഴും മനസ്സ് വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റം നമുക്ക് മറക്കാവതല്ല. അങ്ങനെ നിരവധി പേർ, മുഹമ്മദ് ബഷീറും കുഞ്ഞുണ്ണി മാഷും, അങ്ങനെ നിരവധി പേർ, അവരെ ഡോക്ടർ ശിവനാട്ട് കുഞ്ഞമ്പിള്ളയും, അങ്ങനെ നിരവധി പേർ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ശ്രീ തോപ്പിൽ ഭാസി, പറഞ്ഞാൽ തീരില്ല. അങ്ങനെയാണ് ഞാൻ കൃഷ്ണശിലയായി എന്നുള്ളൊരു എപ്പിസോഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടതും പരിചയിച്ചതും സംസാരിച്ചതുമെല്ലാം ഒരു ഓർമ്മ പോലെ ഞാൻ ഇതിൽ കുറിച്ച് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1,00,000-ഓളം പേർ ഈ പറയുന്ന അവസരത്തിൽ 99,416 പേർ എൻ്റെ ആ കൃഷ്ണശിലയായി എന്നുള്ള പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നും നിരവധി പേർ കാണുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ നിര്യാണം, ജയേട്ടൻ്റെ നിര്യാണം മനസ്സിനെ വല്ലാതെ വിഷമിച്ചു. മദ്രാസിൽ വെച്ച് 1996 സാലിഗ്രാമത്തിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാനന്ന് കണ്ടത്. പിന്നെ പല ഗാനമേളകളും പ്രോഗ്രാമുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ സംസാരിച്ചിട്ടേയില്ല. പറയാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഞാൻ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയെ ഏറ്റുമാനൂർ വെച്ച് കാണുകയും അന്ന് ധ്യാനത്തിലും ഒക്കെ ഇരിക്കുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മൂകാംബിക ദേവിയെക്കുറിച്ചിട്ട് ഞാനൊരു 12 പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്വാമി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിൽ 2 പാട്ട് ജയചന്ദ്രനെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ എന്നെ കൊണ്ട് കാശ് ചെലവഴിപ്പിക്കുമല്ലേ? അത് ഞാൻ അദ്ദേഹത്തിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശദമായി. എങ്കിലും മനസ്സിൽ ദുഃഖം വരാൻ കാരണം സ്വാമി ജയചന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞാനിരിക്കവേ തന്നെ സ്പീക്കറിലിട്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ജയ, എനിക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനുണ്ട്, ശരവൺ മഹേശ്വർ എന്നാണ് പേര്. അയാൾ മൂകാംബിക ദേവിയെക്കുറിച്ചിട്ടൊരു 12 പാട്ട് എഴുതിയിട്ടുണ്ട്. ഇത് 2 പാട്ട് ഞാൻ പാടണമെന്നാണ് പറയുന്നത്. എത്ര കാശ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പം 2000 ഉരുവ തരാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സ്വാമി, എനിക്ക് പൈസയൊന്നും വേണ്ട. എന്താ പേര് പറഞ്ഞേ? ശരവൺ മഹേശ്വർ എന്നാണ്. വല്ലാത്ത പേരാണല്ലോ. സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി. അവൻ പറയുന്നത് ട്രാക്ക് പാടാൻ പറ്റില്ല, വന്ന് ഡയറക്റ്റായിട്ട് പാടണം, ഒരു 6-7 മണിക്കൂർ ചിലവഴിക്കണം എന്നൊക്കെയാണ് അവൻ എന്നോട് പറയുന്നത്. സംഗീത സംവിധായകനായി എന്നോട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നിന്നോട് എങ്ങനെയായിരിക്കും പറയുക എന്ന് പറയുമ്പോൾ ചിരിച്ചു. സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി, ഞാൻ വന്ന് 2 പാട്ട് പാടിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് മറക്കണ്ട. ചിരിച്ചു. സ്വാമി പറഞ്ഞതല്ലേ ഓർമ്മയിൽ കാണും, പ്രത്യേകിച്ച് 2000 രൂപയുടെ കാര്യം. അത് എങ്ങനെ മനസ്സിൽ നിന്നും മറക്കാൻ കഴിയും? അന്ന് തന്നെയാണ്, അതേ അവസരത്തിൽ തന്നെയാണ് ദാസനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിയുടെ അനുഗ്രഹം മതി, ഞാൻ വന്ന് പാടിക്കൊള്ളാം. അദ്ദേഹത്തോടും പറഞ്ഞു, ട്രാക്കൊന്നും ഇവൻ പാടിക്കില്ല, 6-7 മണിക്കൂറെങ്കിലും എടുത്ത് നല്ല രീതിയിൽ പാടേണ്ട ഒന്നാണ്. അപ്പോഴും പറയുന്നു 2000 രൂപ തരാമെന്നാണ് പറയണതെന്ന്. ഇപ്പം ചിരിച്ചു. സ്വാമിയുടെ അനുഗ്രഹം മതി, പൈസയൊന്നും വേണ്ട, ഞാൻ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാനിത് ഇവിടെ പറയാൻ കാര്യം, കാണാത്തൊരു വ്യക്തി, സംസാരിക്കാത്തൊരു വ്യക്തി, അദ്ദേഹം പറയാണ്, സ്വാമിയുടെ അനുഗ്രഹം മതി, ആ പാട്ടുകൾ ഞാൻ പാടാം, ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. വിധി വൈപരീത്യം എന്നേ പറയണ്ടു.
ആ 12 സോങ്ങുകൾ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്രയും ആത്മാർത്ഥതയോടെ ഫോണിലൂടെ മാത്രം സംസാരിക്കുകയും ഒരു തടസ്സവും പറയാതെ പാടാം എന്ന് പറയുകയും ചെയ്ത ജയേട്ടനെ എങ്ങനെ മറക്കാൻ കഴിയും? ശരിക്കും സങ്കടം വന്നു. നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടില്ല. കാണാത്തവരെ കണ്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാലത്തിൻ്റെ രജതരേഖയിൽ അദ്ദേഹത്തിൻ്റെ നാമം എന്നും ഉണ്ടാവും. അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതേപോലെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ചെറിയൊരു മേൽവ്യാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ സന്തോഷം. ഇതൊക്കെ എന്നെക്കുറിച്ച് ഞാൻ തന്നെ വളരെ വിപുലമായി പറയുകയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഖത്തറിലെ ജീവിത സമയത്ത് അനുഭവിച്ച അനുഭവങ്ങൾ, ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ ആഴ്ചകളോളം വിശന്ന് വലഞ്ഞ് നടന്ന ആ നാളുകളൊന്നും ഇന്നും മറക്കാവതല്ല. അന്നത്തെ അനുഭവങ്ങൾ അറിയാവുന്ന ഒരുപാട് പേർ ഇന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നോടൊപ്പം വന്ന ആറ്റിങ്ങലിലുള്ള ഹാജ റഹ്മാൻ എന്ന സുഹൃത്ത്, ഏറ്റുമാനൂരുള്ള പ്രസന്നൻ എന്നുള്ള സുഹൃത്ത്, മണനാക്കിലുള്ള സെയ്ഫുദ്ദീൻ എന്നുള്ള സുഹൃത്ത്, ഇവരെല്ലാം എൻ്റെ ജീവിതം കണ്ട നേർസാക്ഷികളാണ്. ഇന്ന് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണെങ്കിലും എന്തു നേടി എവിടെ കൊണ്ടെത്തിച്ചു ഈ ജീവിതം എന്ന് പറയുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റേതായ കുറേ പുസ്തകങ്ങൾ, ഞാൻ ചെയ്ത കുറേ ഷോർട്ട് ഫിലിമുകൾ, ഞാൻ എഴുതിയ കുറേ ഗാനങ്ങൾ, എന്നെ ഓർക്കാൻ ഇതൊക്കെ മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 13-ാം തീയതിയാണ്, ജനുവരി 13-നാണ് എൻ്റെ ഒഫീഷ്യൽ ബർത്ത്ഡേ. ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നുമില്ലാതെ ഈ ദിവസവും കടന്നു പോകും. പക്ഷേ ഓർമ്മകൾ മരിക്കില്ലല്ലോ. കണ്ണിൽ നിന്നും കൊഴിഞ്ഞു വീണ ഒരു കടൽ പോലെയുള്ള സങ്കട കണ്ണുനീർ മാഞ്ഞ് സന്തോഷത്തിൻ്റെ ഒരു തലത്തിൽ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നു. ഞാൻ കണ്ട ഒരുപാട് പേരെ കുറിച്ച് ഞാൻ ഇതിൽ പറയുകയുണ്ടായി. ഞാൻ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന ചിന്തയിലാണ് ഞാൻ അന്നും ഇന്നും എന്നും. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ നമുക്കോർക്കാൻ, നമ്മളെ ഓർക്കാൻ ഒരാളെങ്കിലും ഉണ്ടായാൽ അവിടമാണ് ഏറ്റവും വലിയ നിമിഷം. ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞുകൊണ്ടും ഈ ജീവിതം ഇനിയും സന്തോഷപ്രദമാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.